മനുഷ്യർ അവസാനമായി ലോ എർത്ത് ഓർബിറ്റിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്തിട്ട് ഇന്ന് 5 പതിറ്റാണ്ടിലധികം കഴിഞ്ഞു. 1969 മുതൽ 72 വരെ നാസയുടെ അപ്പോളോ ദൗത്യങ്ങൾ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചു. എന്നാൽ 1972 അപ്പോളോ 17 അവസാനിച്ചതോടെ ആ സ്വപ്നയാത്ര അപ്രതീക്ഷിതമായി നിശ്ചലമായി പോയി. അതിനുശേഷം ദശാബ്ദങ്ങളോളം മനുഷ്യൻ ചന്ദ്രനിലേക്ക് തിരികെ പോയിട്ടേയില്ല. പക്ഷേ ഇപ്പോൾ ആ നിശബ്ദത അവസാനിക്കാൻ പോവുകയാണ്. നാസയുടെ ആർടെമിസ് പ്രോഗ്രാം. ഒരു പുതിയ അധ്യായം, ഒരു പുതിയ ദൗത്യം, ഒരു പുതിയ ലക്ഷ്യം. ഇത് വെറും ചന്ദ്രനിലേക്കുള്ള മടങ്ങിവരവ് മാത്രമല്ല, മറിച്ച് അവിടെ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുകയും ഭാവിയിലെ മാർസ് യാത്രയ്ക്ക് വഴി തുറക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകരമായ മുന്നേറ്റമാണ്. ആ യാത്രയുടെ ആദ്യത്തെ മനുഷ്യ ചുവടുവയ്പ്പാണ് ആർടെമിസ് 2. അവസാനം നടന്ന ആർടെമിസ് 1 നാസയുടെ മനുഷ്യരില്ലാത്ത ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് ഓറിയൺ ബഹിരാകാശ കപ്പലിനെ 25 ദിവസത്തെ യാത്രയിൽ ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2.25 മില്യൺ കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുകയും ആഴത്തിലുള്ള ബഹിരാകാശത്തിന്റെ കടുത്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ആർടെമിസ് 2 ആണ് ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ മനുഷ്യ ദൗത്യം. ഏപ്രിൽ 1-ാം തീയതി കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന ക്വൻസ്, ജെർമി ഹാൻസൺ എന്നിവർ ഉയർന്ന അപകട സാധ്യതയുള്ള ഈ ചന്ദ്ര ഫ്ലൈബൈ ദൗത്യത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യരെ ഉൾപ്പെടുത്തി ഹാർഡ്വെയർ പരിശോധനയും സാധൂകരണങ്ങളും ചെയ്യുന്നതിനായി. ഈ ദൗത്യത്തിൻ്റെ കേന്ദ്രത്തിൽ 2 എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുണ്ട്: സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് SLSഉം ഓറിയോൺ ബഹിരാകാശ കപ്പലും. SLS നാസയുടെ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും ശക്തമായ റോക്കറ്റാണ്. 322 അടി ഉയരമുള്ള ഒരു ലോഞ്ച് വാഹനം. ലിഫ്റ്റ് ഓഫ് സമയത്ത് 99 മെഗാ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഇത് അപ്പോളോയുടെ സാറ്റേൺ 5നേക്കാൾ ഏകദേശം 15% കൂടുതലാണ്. ഇതിൻ്റെ കോർ സ്റ്റേജ് 4 RS-25 എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഓരോന്നിനും 1.8 മെഗാ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുവാനും ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ചേർന്ന ഇന്ധനം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇരുവശങ്ങളിലും 2 സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോന്നിനും 14.6 മെഗാ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുകയും ആദ്യ 2 മിനിറ്റിൽ തന്നെ ഭൂരിഭാഗം ശക്തി നൽകുകയും ചെയ്യുന്നു. കോർ സ്റ്റേജിന് മുകളിൽ ഇൻഡിയം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ് സ്ഥിതി ചെയ്യുന്നു. ഇതൊരു RL-10 എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ലിക്വിഡ് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് 110 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുകയും ക്രൂ ക്യാപ്സ്യൂളിനെ ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. SLSന്റെ മുകളിൽ ഓറിയൺ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സംഘത്തെ കൊണ്ടുപോകുന്നതിനുള്ള ബഹിരാകാശ കപ്പലാണ്. ഇത് അപ്പോളോയെ ഓർമ്മിപ്പിക്കുന്ന ക്യാപ്സ്യൂൾ ആകൃതിയിലുള്ള ഒരു വാഹനമാണെങ്കിലും വളരെയേറെ കൂടുതൽ പുരോഗമിച്ച സംവിധാനങ്ങളോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്രൂ മൊഡ്യൂളിൽ ഏകദേശം 9 ഘനമീറ്റർ താമസ യോഗ്യമായ സ്ഥലം ലഭ്യമാണ്. ഇത് 4 അന്തരീക്ഷ യാത്രികർക്കും അനുയോജ്യമായ ഒരു ചെറിയ വാനിൻ്റെ വലിപ്പമുള്ളതാണ്. ഇതിൽ ആധുനിക ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോളുകൾ, ഗ്ലാസ് കോക്ക്പിറ്റ് ഇൻ്റർഫേസ്, ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ കൂടാതെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ബാക്കപ്പ് മാനുവൽ കൺട്രോളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായും ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉൾക്കൊള്ളുന്നു. ഇത് വായു, വെള്ളം, താപനില, മാലിന്യ നിയന്ത്രണം എന്നിവ കൈകാര്യം ചെയ്യുകയും സംഭരണ സൗകര്യങ്ങളും വ്യക്തിഗത സൗകര്യങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് ശക്തമായൊരു ഹീറ്റ് ഷീൽഡ് നിർമ്മിച്ചിരിക്കുന്നു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് അത്യന്തം ഉയർന്ന ചൂട് ആഗിരണം ചെയ്യുകയും പുറത്തേക്ക് നീക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അതിവേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്ത സമാനമായ ചൂടിൽ നിന്നും ഈ ഷീൽഡ് ഓറിയോണിനെ സംരക്ഷിക്കുന്നു. ഓറിയോണിൻ്റെ താഴെ യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ചിട്ടുള്ള യൂറോപ്യൻ സർവീസ് മൊഡ്യൂളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓറിയോണിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇതിൽ ബഹിരാകാശ കപ്പലിൻ്റെ പ്രധാന എഞ്ചിനുകളും 8 പ്രധാന ത്രസ്റ്ററുകളും ഇന്ധന ടാങ്കുകളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 4 വലിയ സോളാർ അറേകളും ഉൾക്കൊള്ളുന്നു. ഇത് ബഹിരാകാശ യാത്രയ്ക്കുള്ള പ്രൊപ്പൽഷൻ നിർമ്മിക്കുകയും വെള്ളം, ഓക്സിജൻ, നൈട്രജൻ പോലുള്ള ജീവൻ നിലനിർത്താനുള്ള വിഭവങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്രൂ മൊഡ്യൂളിൻ്റെ മുകളിൽ ലോഞ്ച് അബോർട്ട് ടവർ സ്ഥിതി ചെയ്യുന്നു. ഇത് ലോഞ്ച് സമയത്തോ ഉയർച്ചയ്ക്കിടയിലോ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടായാൽ ക്യാപ്സ്യൂളിനെയും സംഘത്തെയും ഉടൻ റോക്കറ്റിൽ നിന്നും അകറ്റാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുരക്ഷാ സംവിധാനമാണ്. ഇനി നമുക്ക് ആർടെമിസ് 2 ദൗത്യത്തിൻ്റെ പൂർണ്ണമായ പ്രൊഫൈൽ പരിശോധിക്കാം. കൃത്യമായി ആസൂത്രണം ചെയ്ത 10 ദിവസത്തെ ഒരു വലിയ യാത്രയാണിത്.
ഇത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39Bയിൽ നിന്നും ആരംഭിക്കുന്നു. ലിഫ്റ്റ് ഓഫ് സമയത്ത് SLS അതിൻ്റെ 4 പ്രധാന എഞ്ചിനുകളും 2 സോളിഡ് ബൂസ്റ്ററുകളും പ്രവർത്തിപ്പിച്ച് അതിശക്തമായ ബലത്തോടെ ഓറിയോണിനെയും അതിനകത്തുള്ള 4 സംഘാംഗങ്ങളെയും ആകാശത്തേക്ക് ഉയർത്തും. 2 മിനിറ്റിനുള്ളിൽ സോളിഡ് ബൂസ്റ്ററുകൾ വേർപെടും. ഏകദേശം 6 മിനിറ്റുകൾക്ക് ശേഷം കോർ സ്റ്റേജ് ഇന്ധനം തീർന്ന് വേർപെടുകയും അപ്പർ സ്റ്റേജ് ക്രൂ ക്യാപ്സ്യൂളിലെ പ്രാരംഭ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഉയർത്തുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടം. ഓർബിറ്റിൽ എത്തിയ ശേഷം ഓറിയോൺ അപ്പർ സ്റ്റേജിൽ നിന്നും വേർപെടും. തുടർന്ന് സംഘം ഓറിയോണിൻ്റെ സിസ്റ്റങ്ങൾ പരിശോധിക്കും. ലൈഫ് സപ്പോർട്ടുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ സാധാരണ രീതിയിൽ തന്നെയാണോ എന്നെല്ലാം ഉറപ്പുവരുത്തും. ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാം സാധാരണ നിലയിലാണെന്ന് ഉറപ്പുവരുത്താനാണിത്. ഏകദേശം 2 ദിവസങ്ങൾ ഭൂമിയുടെ ഓർബിറ്റിൽ കഴിഞ്ഞ ശേഷം ഓറിയോണിൻ്റെ യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ തൻ്റെ പ്രധാന എഞ്ചിൻ അവസാനമായി പ്രവർത്തിപ്പിച്ച് ഒരു ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ നടത്തും. ഈ ഫയർ ചെയ്യൽ ഓറിയോണിനെ ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിപ്പിക്കും. ഈ ദൗത്യം ഒരു ഫ്രീ റിട്ടേൺ ടാർജറ്ററി ഉപയോഗിക്കുന്നു. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് ഓറിയോണിനെ വീണ്ടും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വലിയ എഞ്ചിൻ ബേൺ ആവശ്യമില്ലാത്ത ഒരു സുരക്ഷാ പാത. അതായത് യാത്രക്കിടെ പ്രൊപ്പൽഷനിൽ വിഷയമുണ്ടായാലും ബഹിരാകാശ കപ്പൽ സ്വാഭാവികമായി ഈ വളഞ്ഞ പാതയിലൂടെ ഭൂമിയിലേക്ക് തിരികെ എത്തും. ട്രാൻസ് ലൂണാർ പാതയിൽ പ്രവേശിച്ച ശേഷം ഓറിയോൺ ഏകദേശം 4 ദിവസത്തോളം ചന്ദ്രനിലേക്കായി സഞ്ചരിക്കും. ചന്ദ്രനോട് അടുക്കുമ്പോൾ അതിൻ്റെ പാത പഴയ ദൗത്യങ്ങളെ പോലെ തന്നെ ലോ ലൂണാർ ഓർബിറ്റിലേക്ക് കടക്കുകയില്ല. മറിച്ച് വളരെ ദൂരെയുള്ള ഒരു ടാർജറ്റിലായിരിക്കും എത്തിയിരിക്കുക. ഉദാഹരണത്തിന് നാസയുടെ ലൂണർ റെക്കഗ്നൈസർ ഓർബിറ്റർ ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ ചുറ്റി സഞ്ചരിക്കുന്നു, ഉപരിതലം വിശദമായി മാപ്പ് ചെയ്യുന്നതിനായി. അപ്പോളോ ദൗത്യങ്ങൾ ഏകദേശം 110 കിലോമീറ്റർ ഉയരത്തിൽ ഓർബിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആർട്ടമിസ് 2 അതിനേക്കാളും വളരെയേറെ ദൂരത്തിലേക്കാണ് പോകുന്നത്. ഫ്ലൈ ബൈ സമയത്ത് ഓറിയോൺ ചന്ദ്രൻ്റെ ഫാർ സൈഡിലൂടെ ഏകദേശം 8000 കിലോമീറ്ററുകൾ ഉയരത്തിലൂടെ പറന്നു പോകും. ഈ ദൂരത്തിൽ നിന്നുള്ള കാഴ്ചയിൽ ചന്ദ്രൻ ഇപ്പോഴും വലിയൊരു ഭാഗം കാഴ്ചയിൽ നിറഞ്ഞു നിൽക്കും. എന്നാൽ ഭൂമി ഏകദേശം 3,70,000 കിലോമീറ്ററുകൾ അകലെയുള്ള ചെറിയൊരു നീലപ്പൊട്ടായിട്ടേ കാണപ്പെടുകയുള്ളൂ. ആ നിമിഷം ആർട്ടമിസ് 2 സംഘാംഗങ്ങൾ മനുഷ്യചരിത്രത്തിൽ ഇന്നേ വരെ എത്തിയതിൽ വെച്ച് ഏറ്റവും ദൂരെയുള്ള സ്ഥാനത്തായിരിക്കും. ഓറിയോൺ ചന്ദ്രനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരിക്കലും നേരിട്ട് കാണാനാകാത്ത ഫാർ സൈഡിലൂടെ കടന്നുപോകും. അത് കുഴികളാലും കല്ലുകൊണ്ടുമുള്ള കടുത്ത ഭൂപ്രകൃതിയാണ്. സംഘത്തിന് പുരാതന ആഘാത കുഴികളും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി രൂപപ്പെട്ട ഇരുണ്ട സമതല പ്രദേശങ്ങളായ ലൂണാർ മരിയകളും നിരീക്ഷിക്കാനും ചിത്രീകരിക്കുവാനും അവസരം ലഭിക്കും. ചന്ദ്ര ഫ്ലൈബൈ വെറും കുറച്ചു മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്നു എങ്കിലും അത് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നാടകീയമായ ഉയർന്ന ഘട്ടമാണ്. ചന്ദ്രനെ കടന്നുപോയതിനു ശേഷം ഓറിയോൺ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സഹായത്തോടെ സ്വയം ഭൂമിയിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞ് ഫ്രീ റിട്ടേൺ ടാർജറ്ററിയിലൂടെ മടങ്ങും. തിരിച്ചുപോക്കിന് ഏകദേശം 4 ദിവസങ്ങൾ തന്നെ വീണ്ടും എടുക്കും. ഈ സമയത്ത് സംഘം ബഹിരാകാശ കപ്പലിൻ്റെ സിസ്റ്റങ്ങൾ നിരീക്ഷിക്കുകയും വികിരണങ്ങളും മൈക്രോഗ്രാവിറ്റിയും സംബന്ധിച്ച പരീക്ഷണങ്ങൾ നടത്തുകയും റീ എൻട്രിക്കായി തയ്യാറെടുക്കുകയും ചെയ്യും. ഏകദേശം 9ാം ദിവസത്തോടെ ഓറിയൺ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങും. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ക്രൂ മൊഡ്യൂൾ യൂറോപ്യൻ സർവീസ് മൊഡ്യൂളിൽ നിന്നും വേർപെടും. ബഹിരാകാശത്തിൽ വഴി നയിച്ച പ്രൊപ്പൽഷൻ ഘട്ടങ്ങളെ എല്ലാം വിട്ടുമാറുകയും തുടർന്ന് ഓൺബോർഡ് ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഹീറ്റ് ഷീൽഡ് ശരിയായ ദിശയിലേക്ക് തിരിച്ച് ക്രമീകരിക്കുകയും ചെയ്യും. ഓറിയോൺ ഭൂമിയോട് അടുക്കുമ്പോൾ അത് ഏകദേശം 11 km/s വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു കയറും. അതിവേഗം മൂലം അത്യന്തം ചൂട് സൃഷ്ടിക്കുവാൻ മതിയായ വേഗം. ഈ അതിശക്തമായ ചൂടിനെ നിയന്ത്രിക്കുന്നതിനായി സ്കിപ്പ് റീ എൻട്രി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ആദ്യം അന്തരീക്ഷത്തിലേക്ക് കയറുകയും പിന്നെ ചെറിയ സമയം പുറത്തേക്ക് തിരിച്ചുയർന്ന് തുടർന്ന് വീണ്ടും അന്തിമ പ്രവേശനത്തിന് താഴേക്ക് ഇറങ്ങുകയും ചെയ്യും, വെള്ളത്തിൽ കല്ല് വന്ന് ചാടുന്ന പോലെ. ഈ രീതി സംഘത്തിനുള്ള ജി ഫോഴ്സ് കുറയ്ക്കുകയും ചൂട് ദൈർഘ്യമേറിയ പാതയിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. ഇതിനപ്പുറം ഓറിയോണിൻ്റെ ഹീറ്റ് ഷീൽഡ് ഏകദേശം 2760 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് സഹിക്കും. ഇത് ഉരുകിയ ലാവയുടെ ചൂടിൻ്റെ 2 ഇരട്ടിയോളം കൂടുതലാണ്, സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനിലയുടെ പകുതിയോളം. ഇത് മനുഷ്യർ ഉൾപ്പെട്ട ബഹിരാകാശ കപ്പലുകൾ അനുഭവിച്ച ഏറ്റവും കടുത്ത റീ എൻട്രി സാഹചര്യങ്ങളിൽ ഒന്നാണ്. ഓറിയോൺ താഴ്ന്ന അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഘട്ടം ഘട്ടമായി പാരാച്യൂട്ട് സിസ്റ്റം തുറക്കും. ആദ്യം ചെറിയ ഡ്രോങ് പാരാച്യൂട്ടുകൾ തുറന്ന് ക്യാപ്സ്യൂളിനെ സ്ഥിരപ്പെടുത്തുകയും വേഗം കുറയ്ക്കുകയും ചെയ്യും. തുടർന്ന് 3 വലിയ പാരാച്യൂട്ടുകൾ തുറന്ന്
അത് ശാന്തമായി കാലിഫോർണിയൻ തീരത്തിന് സമീപത്തുള്ള പസഫിക് സമുദ്രത്തെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി ഇറങ്ങും. അവിടെ US നേവിയും നാസയും ചേർന്ന രക്ഷാപ്രവർത്തക സംഘം ക്യാപ്സ്യൂളിനെയും സംഘത്തെയും തിരികെ കൊണ്ടുവരും. 10 ദിവസത്തെ അവരുടെ ചന്ദ്രയാത്രയ്ക്ക് അതോടെ സമാപനമാകും. ആർട്ടമിസ് എന്നത് ഒരു ദൗത്യം മാത്രമല്ല, മനുഷ്യരുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിശയാണ്. ഇത് ചന്ദ്രനിലേക്കുള്ളൊരു യാത്ര മാത്രമല്ല, മറിച്ച് അവിടെ സ്ഥിരതയാർന്ന മനുഷ്യ സാന്നിധ്യം സൃഷ്ടിക്കുവാനും ഒരു പുതിയ ബഹിരാകാശ സാങ്കേതിക വ്യവസ്ഥ രൂപീകരിക്കുവാനും ഉള്ളതാണ്. അതിനുശേഷം മാർസിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യ ചുവടുവയ്പ്പിനും വഴിയൊരുക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.